Hey there guys, welcome back to Trading Logics. നമുക്കിന്ന് മാർക്കറ്റിൽ 22/7/24 ഇന്നത്തെ ദിവസം എങ്ങനെ ട്രേഡ് ചെയ്യാൻ നോക്കാം. ലാസ്റ്റ് ട്രേഡിംഗ് സെക്ഷനിൽ ഹെവി ആയിട്ടുള്ളൊരു സെൽ ഓഫ് നടന്നിരുന്നു. ഇതൊരു ബിയറിഷ് പാറ്റേൺ ആണ്, ഫുള്ളി കവേർഡ് ആയിട്ടുള്ള. ഇതിന് ബിയറിഷ് മോറോബോസു എന്ന് പറയാം. കാരണം ചെറിയൊരു വിക്കേ ഉള്ളൂ. നമുക്ക് ആ വിക്കിനെ നമുക്കൊന്ന് നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ പാറ്റേൺസ് എന്ന് വെച്ചാൽ ഒരു ബിയറിഷ് ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ്. യെസ്റ്റർഡേസ് ലോ, അതായത് 18/7/24 ലോ കൂടെ ബ്രേക്ക് ചെയ്തിരുന്നെങ്കിൽ ഇത് എൻഗൾഫിംഗ് ക്യാൻഡിൽ, ബിയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ കാറ്റഗറിയിൽ പെടുത്താമായിരുന്നു. അത് കുറച്ചുകൂടെ പവർഫുള്ളാണ്. എന്നിരുന്നാലും ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ രീതി അനുസരിച്ച് ക്യാൻഡിൽ സ്റ്റിക്ക് നല്ല ഹെവി ആയിട്ടുള്ള സെൽ ഓഫ് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വരും ദിവസങ്ങളിലും സെൽ ഓഫിൻ്റെ സാധ്യതകൾ കാണുന്നുണ്ട്. ഒരു കാരണം കാണാൻ വേണ്ടിയിരുന്നത് പോലെ ആയിരുന്നു മാർക്കറ്റ് അന്ന് റിയാക്ട് ചെയ്തത്. യാതൊരു തരത്തിൽ, അതായത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവും, മൈക്രോസോഫ്റ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് കാരണമാണ് ഇത്ര ഹെവി ആയിട്ടുള്ള ഗ്ലോബലി നെഗറ്റീവായി. അപ്പോഴേക്കും ഇന്ത്യയും അതിനനുസരിച്ച് നന്നായിട്ട് ഒന്ന് പെർഫോം ചെയ്തു. അപ്പോൾ യൂണിലാറ്ററൽ ഡയറക്ഷൻ നമുക്ക് സെൻസെക്സിൻ്റെ എക്സ്പയറിയിൽ തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിലോട്ട് പോകാം. ഇതിൻ്റെ മേജർ ലെവലുകളെന്ന് വെച്ചാൽ ഇനിയിപ്പം ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ആയിട്ടും സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ചാൽ, റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ 24,900 ലെവൽ ഹെവി ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ട്. തൊട്ടടുത്ത് തന്നെ ഒരു റൗണ്ട് ഫിഗറായ 25,000 ഒരു റൗണ്ട് ഫിഗർ കിടപ്പുണ്ട്. അതുകൂടെ ബ്രീച്ച് ചെയ്ത് ഹെവി വോളിയത്തിൽ അത് മുകളിലോട്ട് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ താഴോട്ട് വരുമ്പോൾ ബയേഴ്സ് അവിടെ നിന്ന് വിട്ട് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ലോവർ പോർഷൻസിലൊക്കെ ആഡായി മുകളിലോട്ട് മാർക്കറ്റിന് വീണ്ടും കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ 23 നാളെ ബഡ്ജറ്റ് ഡേ ആണ്. അത് കൂടെ കെയർഫുള്ളായിട്ടിരിക്കുക. ഇന്ന് ഓവർനൈറ്റ് പൊസിഷൻസ് എടുക്കുന്നതിൽ വളരെ മൈൽഡായിട്ടുള്ള അഫോർഡബിൾ ലോസുകൾ ബുക്ക് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ക്വാണ്ടിറ്റീസ് എടുക്കുക. അടുത്ത് നമുക്ക് അതിൻ്റെ ഒരു സപ്പോർട്ട് നോക്കാം. സപ്പോർട്ട് 24,500 തൊട്ടടുത്തുള്ള ഹെവി ആയിട്ടുള്ള സപ്പോർട്ടാണ്. അതുപോലെ തന്നെ 24,700 എന്ന് പറഞ്ഞൊരു പോർഷനുണ്ട്. അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈ നമ്മുടെ ഈ ഒരു 700 റേഞ്ച് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് സർവ്വസാധാരണമാണ്. 700 മീൻസ് ഏത് 700 ആയിരുന്നാലും നമുക്കിവിടെ നിഫ്റ്റിയിൽ 24,700 ഉണ്ട്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ 52,700 റേഞ്ച് അതൊക്കെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ കണ്ടീഷനിലോട്ട് നമുക്ക് പോകാം. ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ ചെറിയൊരു സൈഡ് ബേസ് എന്നോണം ചെറിയൊരു പാറ്റേണിൽ നമുക്ക് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രോപ്പറായിട്ടുള്ള ക്ലോസിംഗ് ഒന്നും തന്നിട്ടില്ല. അതുപോലെ തന്നെ ഹെവി ആയിട്ടുള്ള വിക്കുകളും. അപ്പോൾ രണ്ട് സൈഡിലുള്ള ബയേഴ്സിനെയും സെല്ലേഴ്സിനെയും പൊസിഷണൽസ് ആയി ട്രേഡ് ചെയ്യുന്ന ആൾക്കാരെ ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സൈഡ് വേസിലോട്ട് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രോപ്പറായിട്ടുള്ള ഈ ചാനലിൻ്റെ ബ്രേക്ക് ഔട്ട്, അതായത് 52,100 റേഞ്ചിൻ്റെ താഴെ പ്രോപ്പറായിട്ട് ക്ലോസ് ആവുകയോ 52,700 മുകളിൽ ബ്രേക്കൗട്ടോടെ വോളിയത്തോടെ ബ്രേക്കൗട്ട് ചെയ്താലോ മാർക്കറ്റ് ആ ഡയറക്ഷനിൽ മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. ഗ്ലോബൽ മാർക്കറ്റിൽ ഹെവി ആയിട്ടുള്ള സെൽ ഓഫ് നടന്നിട്ടുണ്ട്. ഏറ്റവും ടോപ്പ് വരെ പോയി, അതായത് 41,600-700 റേഞ്ചിലോട്ട് പോയിട്ട് സഡൻ സ്പൈക്കുകൾ, വലിയ ക്യാൻഡിലിൽ താഴോട്ട് വീണോണ്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ ബിയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ. അതായത് പ്രീവിയസ് ഡേ ക്യാൻഡിലിനെ കംപ്ലീറ്റ് ആയിട്ട് അത് വിഴുങ്ങി താഴെ ക്ലോസ് ചെയ്യണം. ഇതിനാണ് ബിയറിഷ് എൻഗൾഫിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പവർഫുള്ളെന്ന് നോക്കി അടുത്ത കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഡേ എത്രത്തോളം താഴോട്ട് നമുക്കത് ക്ലോസിങ് കിട്ടിയിട്ടെന്ന്. ഇത് ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ പാറ്റേണിൽ ഏറ്റവും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് ഉള്ള പാറ്റേണാണ്. അടുത്ത് നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയിലോട്ട് പോകാം. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ സാധ്യതകൾ അനുസരിച്ച് ഇന്ന് മാർക്കറ്റ് വീണ്ടും ഗ്യാപ്പ് ഡൗണിലോട്ട് പോകാനുള്ള ചാൻസാണ് കാണിക്കുന്നത്. നെഗറ്റീവ്നെസ് ആണ് കാണിക്കുന്നത്. നെഗറ്റീവ്നെസ് അത്ര കോൺഫിഡൻ്റ് ആയിട്ട് സെല്ലേഴ്സ് സെല്ല് ചെയ്യുകയാണ്. കാരണം പ്രോഫിറ്റ് ബുക്കിംഗ് കൂടെ ഇതിനകത്ത് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അടുത്ത് ഗ്ലോബലി എന്ത് സംഭവിക്കുന്നു നോക്കാം. ഗ്ലോബലി ഇപ്പോഴ് ഓപ്പൺ ആയിരിക്കുന്നത് നാസ്ഡോക്ക്, S&P ഒക്കെയാണ്. S&P നാസ്ഡോക്ക് ഒക്കെ മൈൽഡ് സൈഡ് വേസ് ആണ്. ഒരു ഡയറക്ഷൻ ആയിട്ടില്ല.
ഡൗ ജോൺസിലൊക്കെ അത് ഡൗ ജോൺസും മൈൽഡ് സൈഡ് വൈസ് ആണ്. അപ്പോൾ ഗ്ലോബലി മൈൽഡ് സൈഡ് വൈസ് തന്നെയാണ് തീർച്ചയായിട്ടും. ഹാങ്സെങ്ങും എല്ലാം ഹാങ്സെങ്ങും സൈഡ് വൈസ് ആണ്. ഇനി അടുത്ത് വേറൊരു ഇതെന്ന് വെച്ചാൽ കുറേ ദിവസത്തിന് ശേഷം 10-year ബോണ്ട് മാത്രം നെഗറ്റീവിലോട്ട് പോയിട്ടുണ്ട്. നെഗറ്റീവിലോട്ട് പോയാൽ ഇന്ത്യൻ മാർക്കറ്റിൽ അത് പോസിറ്റീവാണ്. അതുപോലെ ബ്രെൻഡ് ക്രൂഡൊക്കെ പോസിറ്റീവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇത് ഇന്ത്യൻ മാർക്കറ്റിന് നെഗറ്റീവാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് തോന്നുന്നു. ഇപ്പോൾ ലെവൽസൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്യുക. ബഡ്ജറ്റിൻ്റെത് വരെ, ബഡ്ജറ്റ് ഡേ കഴിയുന്നത് വരെ, അതായത് ബഡ്ജറ്റിൻ്റെ ഔട്ട്കം റിസൾട്ട് വരുന്നത് വരെ 1-2 ദിവസത്തിനകത്ത് നാളെ ബഡ്ജറ്റ് ചെയ്യും, അവതരിപ്പിച്ചതിന് ശേഷം അടുത്ത ഒരാഴ്ച ക്രൂഷ്യലാണ്. ചില സ്റ്റോക്കുകളെല്ലാം ഹെവി ആയിട്ട് ഫാൾ ആവാനും ചില സ്റ്റോക്കുകളെല്ലാം ഹെവി ആയിട്ട് അപ്സൈഡ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ യുക്തമായിട്ടുള്ള സ്റ്റോപ്പ് ലോസുകൾ എല്ലാ സ്റ്റോക്കിലും കീപ്പ് ചെയ്യുക. അതുപോലെ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കാലം ഹോൾഡ് ചെയ്യേണ്ടതായിട്ട് വരും. സ്വിംഗ് ട്രേഡേഴ്സ് വ്യക്തമായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ച് സ്റ്റോപ്പ് ലോസിൽ നിന്ന് എക്സിറ്റ് ആയി കഴിഞ്ഞാൽ ആ സ്റ്റോക്കിൽ നിന്ന് മാറിക്കൊടുക്കുക. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. മാർക്കറ്റ് ഹെവി ആയിട്ടൊരു പുൾ ബാക്ക് തരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് ഈ 2400-200 റേഞ്ചിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് അടുത്ത റാലിക്ക് ടൈം ആവും. അപ്പോൾ ആ ടൈമിലൊക്കെ കുറച്ചുകൂടെ ഫണ്ട് നമുക്ക് കരുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റേഞ്ചിലൊക്കെ നല്ല സ്റ്റോക്കുകൾ, ഫണ്ടമെൻ്റലി നല്ല സ്റ്റോക്കുകളൊക്കെ ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടും. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.